ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഒറ്റ ഒരു ചേരുവ കൊണ്ട് നല്ല മുരിഞ്ഞ വട റെഡിയാക്കിയാലോ? അതും വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകളാണ്. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനെടുക്കാം. അതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് തിളക്കാൻ അനുവദിക്കാം. ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് പച്ചമുളകിലാണ് ഇട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പച്ചമുളക് ചേർത്താൽ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമില്ല അത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കാം, കുറച്ച് കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് 1 സ്പൂണ് അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിന് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ്. നിങ്ങൾക്ക് നല്ലോണം വേണമെങ്കിൽ ഇതിനൊക്കെ ഒന്ന് ഡബിളാക്കി എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണിൽ താഴെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതിലത്തെ വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനോട് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി റെഡിയാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിലോട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയാണ്. അത് 1 പൊടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയില ചേർക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി തൈരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ തൈര് മതിയാക്കും. 1 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ ഇതിന് പകരം വിനാഗിരി ചേർത്താലും മതി. അതും ഇല്ലെങ്കിൽ പുളി ചേർത്താലും മതി കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതിലോട്ട് പൊട്ടിക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം. ഇത്രയും മതി. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടിയ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ റവയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ലോണം ഒന്നും കൈവച്ചിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെല്ലിക്കയേക്കാൾ കുറച്ച് വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം, വലുപ്പവും ചെറുപ്പവും ഒക്കെ നോക്കിയിട്ട്. ഇനി നല്ലോണം ക്രാക്കില്ലാതെ വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുക്ക് വിരൽ കൊണ്ട് വട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ, അതേപോലെ ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പണി എളുപ്പത്തിൽ റെഡിയാവും. ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. ഒന്നിച്ചിട്ട് തന്നെ ഒരു 3-4 ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിപ്പോകുന്നൊന്നും പേടിയൊന്നും വേണ്ട, കാരണം റവ ആയതിൻ്റെ പേരിൽ. ആദ്യം ഇട്ട ഉടനെ തന്നെ ഒന്നിളക്കാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.